കൃഷ്ണകഥകളെ രണ്ടായിട്ട് തിരിച്ചാണ്. ഒന്ന് ഭഗവാന്റെ പ്രവൃത്തി ലീലകളും പിന്നെ നിവൃത്തി ലീലകളും. ഈ പ്രവൃത്തി ലീലകളാണ് ഇപ്പോൾ 90 അധ്യായങ്ങളിലായിട്ട് ഭഗവാൻ നമ്മുടെ മുമ്പിൽ നടിച്ചു കാണിച്ചത്. നമ്മുടെ മുമ്പിൽ ഭഗവാൻ നടിക്കുകയാണ് ലീലകളൊക്കെ. ഇതിനുമില്ല ഭഗവാൻ അവതരിച്ച് വരേണ്ട ആവശ്യമില്ല. ആദ്യ ദിവസങ്ങൾ കുന്തി സ്തുതിയിൽ പറയുന്നുണ്ട്, ഭഗവാനോടൊക്കെ വന്നത് ആരെങ്കിലും അനുഗ്രഹിക്കാനോ ആരെങ്കിലും ശിക്ഷിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും വധിക്കാനോ ഇതിനൊന്നും ഭഗവാൻ ഇവിടേക്ക് വരേണ്ട ആവശ്യമില്ല. ഭഗവാൻ ഇവിടേക്ക് അവതരിച്ചു വന്നത് ശൃണ്വൻ ഗൃണൻ സംസ്മരയം വൃശ്ചിന്തയൻ നാമാനി രൂപാണി. നമ്മൾക്ക് കേൾക്കാൻ കുറച്ച് കഥകൾ കാണാം. അപ്പൊ ശ്രുതിഗീതയിൽ പറഞ്ഞില്ലേ, ശ്രുതിഗീതയില് ഭഗവാനെ കുറിച്ചാണ് പറഞ്ഞത്. ഭഗവാനെ കുറിച്ച് പറയാച്ചാൽ ഭഗവാനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല എന്നാണ് ശ്രുതിഗീതയിൽ പറഞ്ഞത് തന്നെ. എന്താ നേരി നേരി ഇതെല്ലാം പറഞ്ഞ അവസാനം ഏതൊന്ന് ബാക്കി വരുമോ? ഭഗവാന്റെ വിഭൂതികളെ കുറിച്ച് പലതും പറഞ്ഞ് അവസാനം ഇതിൻ്റെയൊക്കെ പുറകിൽ കണ്ണിന് കണ്ണ് മനമാകുന്ന കണ്ണ് അതിന് കണ്ണായവൾ താനും കൂടെ ഇതാക്കി അതന്നെ കുറച്ച് ടെൻഷനോട് സ്ഥിരം ജന്മ ഏതായാലും അതന്നെ പുറമേയുള്ള വിഷയങ്ങളെ ഭഗവാനിൽ നിന്ന് തന്നെയാണ് മഹദാഹമാലയം എന്റെ അനുഗ്രഹ മഹത്വങ്ങളായ ഈ കാണുന്ന സർവ്വതും ഉണ്ടാക്കിയത് ഭഗവാനിൽ നിന്ന് തന്നെയാണ്. ഏത് ഭഗവാനിൽ തന്നെയാണ്. അതിനെയൊക്കെ കാണണമെങ്കിൽ കണ്ണ് എന്ന് പറയുന്ന ഭഗവാന്റെ നല്ലൊരു ശക്തിയാകുന്ന കണ്ണ് ഭഗവാൻ തന്നെ ഫിറ്റ് ചെയ്തതാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. ആ കണ്ണുണ്ടായത് വരുന്നത് കണ്ണിന്റെ പുറകില് മനസ്സായിട്ട് ഭഗവാന്റെ നല്ല ശക്തി വേണം. അതിന്റെ പുറകില് ഇതൊക്കെ അറിയാൻ ഭഗവാൻ തന്നെ സ്വയം ഇരുന്ന നമ്മളിൽ കൂടെ ഭഗവാൻ തന്നെ അറിയണം. പറഞ്ഞാണ് അങ്ങനെയുള്ള ഭഗവാനെ കുറിച്ച് അറിയാൻ പറ്റുമെന്ന് അറിയാൻ പറ്റില്ല എന്നാണ് അവസാനം പറഞ്ഞത്. അവസാനം ഗീതയിൽ പറഞ്ഞത് തന്നെയാണ് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം മനസ്സ് തന്നെ ഭഗവാനാണ്. നമുക്ക് കണ്ണുകൊണ്ട് കണ്ണ് കാണാൻ പറ്റില്ലല്ലോ. കണ്ണുകൊണ്ട് കണ്ണ് കാണാൻ മറ്റുള്ളവരെ കണ്ണാണ്, നമ്മുടെ കണ്ണ് കാണാൻ പറ്റില്ല. കാണുന്നവനാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാനെ വാക്കുകളെ കൊണ്ട് പറയാൻ പറ്റില്ല. ഈ വാക്കുകൾ ഉണ്ടായത് തന്നെ ഭഗവാൻ കൂടെയാണ്. വാക്കുകൾ ഉണ്ടായത് ഭഗവാൻ കൂടെയാണ്. അങ്ങനെയുള്ള വാക്കുകളെ കൊണ്ട് ഭഗവാനെ പറയാൻ പറ്റില്ല. പിന്നെ ആ വാക്കുകളെ കൊണ്ട് ഇങ്ങനെ പറയും നമ്മള് ഭഗവാന്റെ ആ ലീലകൾ ഈ ലീലകൾ അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് കുറെ ഭഗവാനാണ്. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാലേ വാക്കുകളെ കൊണ്ട് പറയും, കണ്ണുകളെ കൊണ്ട് കാണുകയും നമ്മുടെ ഈ മനസ്സുകൊണ്ട് ചിന്തിക്കുകയും ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ രൂപമാണ്. ആ രൂപം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഒരു രൂപം എടുത്തത്. കാല് രണ്ടും മണിച്ചു വെച്ച ഓർത്തോടെ വിളിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഭഗവാൻ വന്ന് നിന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് കാണാൻ, നമുക്ക് മനസ്സിൽ വിചാരിക്കാൻ ഒരു രൂപമാണ്. ഭഗവാൻ ഒരു രൂപമില്ലാത്തവനാണ്, ഭാവമില്ലാത്തവനാണ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെ നോക്കിക്കൊള്ളു ആയതുകൊണ്ട് മനസ്സിലാവില്ല. അപ്പൊ മനസ്സിലാവാൻ രൂപം വേണം. ഭഗവാനെ കുറിച്ച് പറയാൻ കഥകൾ വേണം. അതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ ലീലകളൊക്കെ ആയത്. ആചാര്യൻ പറഞ്ഞ പോലെ കംസനെ വധിക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ വെറുതെ ബുദ്ധിമുട്ടിക്കൊണ്ട് വന്ന കാര്യമാണ്. അവിടെ ഇരുന്ന് വൈകുണ്ഠത്തിൽ നിന്നിട്ട് കംസ ഇങ്ങോട്ട് വാ പറഞ്ഞാൽ മതി, അവിടെ എത്തും കംസൻ. അല്ലാണ്ടിപ്പോ ഭഗവാനോട് ബുദ്ധിമുട്ടി മാളികയുടെ മുകളിൽ ശാപനം പിടിക്കലും ഇങ്ങനത്തെ കുറെ അഭ്യാസങ്ങൾ കാണിക്കുന്ന പോലെ കാര്യമുണ്ട്. അവിടെ നിന്നിട്ട് തന്റെ ആ പുരികപ്പൊടിയിൽ നടത്തുന്ന ലാഘവത്തിൽ കോടാനുകൂടി പ്രപഞ്ചങ്ങളെ സൃഷ്ടിച്ച് സംഭരിച്ചിരിക്കുന്നതായിട്ട് ഭഗവാന് ഏതെങ്കിലും ഒരാളെ വധിക്കാനോ അല്ലെങ്കിൽ ആളെ അനുഗ്രഹിക്കാനോ എന്നൊന്നും ഭഗവാനോട് പറഞ്ഞ കാര്യമില്ല. പിന്നെ എന്ത് വേണ്ടിയിട്ടാ നമ്മൾക്കൊക്കെ പരിഹാരത്തിലുള്ളവർക്ക് അല്ലെങ്കിൽ നമുക്കൊക്കെ കേൾക്കാനും പറയാനും സ്മരിക്കാനും കുറെ കഥകളുണ്ടാവണം. ആ കഥകളെയാണ് ഭഗവാൻ 90 അധ്യായങ്ങളിലായിട്ട് നമ്മുടെ മുമ്പിൽ ആടിക്കൊടുത്തത്. ആ കഥകളാണ് ഭഗവാൻ ആടിക്കൊടുത്തത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഭഗവാൻ ഈ തന്റെ നിവൃത്തി ലക്ഷണം നിവൃത്തി ലീലകൾ പറയാണ്.
ഭഗവാൻ ഇനി എങ്ങനെയാണ് ശർമ്മമായിട്ട് പണ്ട് ഭാഷ കേട്ടിട്ടുണ്ട്. വണ്ടി ഓടിക്കാൻ പഠിക്കുക വെച്ചാൽ വണ്ടി ഇങ്ങനെ ഓടിക്കാൻ പഠിച്ചാൽ പോരാതെ ബ്രേക്ക് ചെയ്യുമ്പോൾ പഠിക്കണ്ടേ? ബ്രേക്ക് അറിയില്ല, ഓടിക്കാൻ അറിയാം. അതിനെ പറ്റില്ല. നിർത്താൻ പോയാൽ എവിടെയെങ്കിലും ഇടിച്ചു നിർത്താൻ പറ്റില്ലല്ലോ. അപ്പൊ അതെങ്ങനെയാണ് കറക്റ്റായിട്ട് ബ്രേക്ക് ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കുകയാണ് ഏകാദശത്തിൽ കൂടെ. ഇനി അതാണ് പറയാനുള്ളത്. എങ്ങനെയാ ബ്രേക്ക് ചെയ്യേണ്ടതെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് ഏകാദശ. എങ്ങനെയാ വണ്ടി ഓടിക്കേണ്ടതെന്ന് പറയാൻ ഓടി കാണിക്കുന്നു. എന്റെ കൂടെ ഓടിയാൽ മതി, എന്റെ പുറകെ ഓടിയാൽ ഒരു കുഴപ്പമില്ല. എവിടെ എന്റെ പുറകെ ഓടിയാൽ എവിടെ വീഴില്ല. അപ്പൊ ഭഗവാൻ പോയി കഴിഞ്ഞാലോ, ഭഗവാൻ ഇല്ലെങ്കിലോ ഭഗവാൻ പറഞ്ഞത് എന്നെ മനസ്സിലാക്കിയതായിട്ടുള്ള, എന്നെ അറിഞ്ഞതായിട്ടുള്ള സജ്ജനങ്ങൾ ധാരാളം അവരുടെ പുറകെ പോയാൽ മതി. അതിന് ഭഗവാൻ തന്നെ സജ്ജനങ്ങളുമായിട്ട് ഒരിക്കൽ കണ്ടുമുട്ടിയതായിട്ടുള്ള കഥയാണ്. പിന്നെ കുചേര വൃത്തം കഴിഞ്ഞതിന് ശേഷം കുചേരന്റെ കഥ ഭഗവാനെ കാണാൻ വേണ്ടി കുചേരൻ അങ്ങോട്ട് പോയ കഥ നമ്മൾ കേട്ടു. ഈ ഭഗവാൻ ഇങ്ങോട്ട് ഇറങ്ങി വരിക, ശിവേലിക്കൊക്കെ ഭഗവതിയെ കാണാൻ വേണ്ടി നമുക്ക് അങ്ങോട്ട് പോകണമെച്ചാൽ ഇടിച്ച് ക്യൂരൊക്കെ നമുക്ക് ഇടികൊണ്ട് അല്ല അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഭഗവാനെ കാണാനും പറ്റില്ല. നടക്കി രാവിലെ 8 മണിക്കും പറയും നടക്കി അറിയിക്കാൻ പറയും. കാരണം അവിടെ എന്താ പറ്റില്ല, അവരുടെ ജോലിയാണ് മറിക്കാൻ പറയില്ല. വിജയത്തെ തിരക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അവിടെ നമുക്ക് കാണാനും പറ്റില്ല. അതുപോലെ ഇപ്പൊ നമ്മളെ കാണാൻ വേണ്ടി ഇറങ്ങി ഭഗവാൻ ഇങ്ങനെ ഇറങ്ങി വരും എന്ന പോലെയാണ് ഭഗവാൻ എല്ലാവരെയും കാണാൻ വേണ്ടി ഇങ്ങോട്ട് ഒരു ദിവസം ഇറങ്ങി വന്നു. ദ്വാരകയിൽ നിന്ന് ഭഗവാൻ സമംഭവച്ചം എന്ന് പറയുന്ന തീർത്ഥക്കരയിലേക്ക് എല്ലാവരെയും കാണാൻ വേണ്ടി ഇറങ്ങി വന്നു. അനവധി സജ്ജനങ്ങള് അവിടേക്ക് എത്തിച്ചേർന്നു. ആ കഥയാണ് പിന്നെ കുചേരവൃത്തത്തിന് ശേഷം ഭഗവാന്റെ തീർത്ഥയാത്ര ആയിരുന്നു. ഭഗവാൻ തീർത്ഥയാത്രയ്ക്ക് വേണ്ടി വന്നു. സമന്തപഞ്ച തീർത്ഥക്കരയിലേക്ക് വലിയൊരു സൂര്യഗ്രഹണമായ സമയത്ത് എല്ലാവരെയും അനുഗ്രഹിക്കാൻ വേണ്ടി ഭഗവാൻ, അല്ലെങ്കിൽ ആ സൂര്യഗ്രഹണം ഉണ്ടാകുമ്പോൾ തീർത്ഥസ്നാനം എന്നതാണ് അതിന് വേണ്ടിയിട്ടാണ് വന്നത്. അത് തീർത്ഥത്തിൽ കുളിക്കാൻ വേണ്ടി ഭഗവാൻ, തീർത്ഥസ്നാനത്തിന് വേണ്ടി അവർക്ക് ഭഗവാൻ വന്നു. സജ്ജനങ്ങളായ ധാരാളം ആളുകൾ ആ സമന്തപഞ്ച തീർത്ഥക്കരയിലേക്ക് എത്തിച്ചേർന്നു ഭഗവാനെ കാണാൻ വേണ്ടി. ഇന്നൊക്കെ അവിടെ വെച്ചുണ്ടായതായിട്ട് കുറേ സംഭവങ്ങൾ. അവിടെ ഒരുപാട് സജ്ജനങ്ങൾ വന്നുണ്ട്. ഭാരതത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള സജ്ജനങ്ങൾ വന്നുണ്ട്. ആ കൂട്ടത്തിൽ പാണ്ഡവന്മാരൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ എന്താ അനവധി മഹർഷിമാരൊക്കെ വന്നിട്ടുണ്ട്. നാരദാദി മഹർഷിമാരൊക്കെ വന്നിട്ടുണ്ട്. ഭഗവാന്റെ അച്ഛനമ്മമാരൊക്കെ അവിടെ വന്നിട്ടുണ്ട്. വസുദേവനും ദേവിയൊക്കെ വന്നിട്ടുണ്ട്. ഗോകുലത്തിൽ നിന്ന് കൃഷ്ണൻ വൃന്ദാവനത്തിൽ നിന്ന് പോയി ദ്വാരകയിലേക്ക് പോയതിനു ശേഷം തിരിച്ച് വരാമെന്ന് പറയുന്നുണ്ടായി. പക്ഷെ വരലുണ്ടായില്ല. പറയാനല്ലോ വൃന്ദാവനത്തിലുള്ളവർ ഇപ്പോഴും കാത്തിരിക്കുന്നത്. ഒരു ഭഗവാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണൻ വരാമെന്ന് പറഞ്ഞാൽ ആ വാക്ക് പറഞ്ഞാൽ ഭഗവാൻ വരാണ്ടിരിക്കില്ല. അതുകൊണ്ട് ഭഗവാൻ വരുമ്പോ ഞങ്ങളൊക്കെ ഭഗവാനെ കാത്തിരിക്കുക. അങ്ങനെയാണ് വൃന്ദാവനത്തിലുള്ളവരൊക്കെ ഭഗവാൻ ഇപ്പോഴും വരുന്നോട് കാത്തിരിക്കുന്നത്. ഭഗവാൻ പോയിട്ടില്ല. അതിന് ശേഷം വൃന്ദാവനത്തിൽ നിന്ന് ദ്വാരകയിലേക്ക് പോയതിനു ശേഷം അപ്പൊ അവർക്കൊക്കെ കാണാൻ ഭഗവാന്റെ കൂട്ടുകാര്, ഭഗവാന്റെ ഒപ്പം കളിച്ച ആൾക്കാര്, കുട്ടിക്കളിയായിട്ട് എന്താ കുറങ്ങന്മാരെ പോലെ കളിച്ചു നടന്നത് ആരുടെ കൂടെ ഭഗവാന്റെ അങ്ങനെ കളിച്ച് നടന്നിട്ടുള്ള ആൾക്കാരാണ് ഈ ഭഗവാന്റെ കൂട്ടുകാരായിട്ടുള്ള ആ ഗോപന്മാരൊക്കെ. അവരൊക്കെ അന്നൊന്നും അത്ര തോന്നിയിരുന്നില്ല. കൃഷ്ണനെ അത്ര വലിയ ഭഗവാനാണ് അല്ലെങ്കിൽ അത്ര ഭഗവാൻ സ്വയം ഇറങ്ങി വന്നാണെന്നും അവർക്ക് അന്ന് തോന്നിയിരുന്നില്ല. അന്ന് അവരുടെ ഒപ്പം കളിക്കുന്ന കൂട്ടുകാരായിട്ട് തോന്നിയിരുന്നു. കുറേ കാലങ്ങൾക്ക് ശേഷം ഭഗവാന്റെ കൃഷ്ണന്റെ ഓരോരോ ലീലകൾ കാണുമ്പോ അവർക്ക് മനസ്സിലായി തുടങ്ങി. കുറേശ്ശെ അങ്ങനെ സാധാരണക്കാരനല്ല ഈ കൃഷ്ണൻ എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ കൃഷ്ണനെ സാധാരണക്കാരനല്ല ഭഗവാനാണെന്ന് അവർക്ക് മനസ്സിലായെങ്കിലും ഭഗവാനെ കാണാൻ അവർക്ക് അവസരം കിട്ടിയിട്ടില്ല. ഇപ്പൊ ഒരവസരം ഉണ്ടായി. ഈ സമന്തപഞ്ച തീർത്ഥക്കരയിലേക്ക് കൃഷ്ണൻ വന്നപ്പോ അവർക്ക് കാണാൻ വേണ്ടിയിട്ട് അവർക്ക് വന്നു. അങ്ങനെ അനവധി ആൾക്കാരാണ് കൃഷ്ണനെ കാണാമല്ലോ, കൃഷ്ണനെ ഒന്ന് കാണുമ്പോ എന്തെങ്കിലും സംസാരിക്കാലോ എന്ന് വിചാരിച്ചത്. അങ്ങനെ വന്നതായിട്ട് അനവധി ആൾക്കാരുടെ പലരുടെയും അവര് നമ്മള് വർത്താനം പറയും. അവരെന്തൊക്കെ അങ്ങോട്ടും വർത്താനം പറയുന്നത്
ഈ രോഗന്മാരൊക്കെ രോഗി രോഗം പോലും അവിടെ സംസാരിച്ചു നോക്കാൻ നമുക്ക് ക്യാമറ പോലെ അതുപോലെ ഇങ്ങനെ ഓരോരുത്തരും സജ്ജന സംസർഗത്തിന്റെ ഗുണം സജ്ജനങ്ങള് അവരുടെ സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും മറ്റുള്ളവർക്ക് സന്തോഷം വരുന്ന രീതിയിൽ മറ്റുള്ളവരോടുള്ള ആ സ്നേഹത്തോടുള്ള സംസാരങ്ങളെ സജ്ജനങ്ങൾ സംസാരിക്കാറുള്ളൂ. സജ്ജനങ്ങളായിട്ട് ആൾക്കാർ എങ്ങനെയാണ് അതിപ്പോ ചീത്ത പറയുമ്പോഴാണ് ഇദ്ദേഹത്തിന് ഭയങ്കര തിരക്കുള്ള ആളാണ്. കട്ടടിയിൽ പറഞ്ഞത് നമുക്ക് കേട്ടിട്ടുണ്ട്. പറഞ്ഞ സമയത്ത് എടുത്താലും ചീത്ത പറഞ്ഞതാണ്. സജ്ജനങ്ങളൊക്കെ അങ്ങനെയാണ്. ചീത്ത പറയുന്നത് അങ്ങനെയാണല്ലോ. സ്നേഹമാണ് കൂട്ടിയെടുത്തിട്ട് ചീത്ത പറയുന്നത്. ചേർത്ത് എടുത്തിട്ടാണ് ചീത്ത പറയുന്നത് അങ്ങനെയാണ്. സ്നേഹമാണ് അവരുടെ സ്ഥായി ഭാവം. നമ്മളൊക്കെ മറ്റുള്ളവരെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ അവരുടെ മുമ്പിൽ വെച്ചിട്ട് അവരെ കുറിച്ച് എന്നൊക്കെ പറയും. അപ്പുറത്തേക്ക് തിരിഞ്ഞു നിന്നാൽ അയാളെ കുറിച്ച് ഉള്ളതും ഇല്ലാത്തതും നമ്മുടെ ഓരോ രണ്ടെണ്ണം കൂടി കൂട്ടിച്ചേർത്താൻ നമ്മൾ കിട്ടാൻ പറയും. അത്ര ഉള്ളൂ നമ്മളൊക്കെ വിടുക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ. അത് അത്ര സില്ലിയാണ് നമ്മുടെയൊക്കെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്ര നിസ്സാരമായ നമ്മുടെ സില്ലിയൊക്കെ സ്വഭാവമാണ് നമ്മുടെയൊക്കെ. സജ്ജനങ്ങളൊന്നും അങ്ങനെയല്ല. അവർക്ക് ഒരു വാക്കേ ഉള്ളൂ, ഒരു സ്വഭാവമേ ഉള്ളൂ. എപ്പോഴും എല്ലാവർക്കും ഒരുപോലെ തന്നെ. അവരുടെ സ്വഭാവം എന്താ? സ്നേഹമാണ്. എല്ലാവരോടുള്ള സഹവർത്തിത്വമാണ്. എല്ലാവരോടും സ്നേഹമാണ്. എല്ലാവരും ചേർത്ത് പിടിച്ച് അവരെ ഒപ്പം കൊണ്ടു നടക്കുന്നതാണ് സജ്ജനങ്ങളുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവരോട് എന്ത് സംസാരിക്കുകയാണെങ്കിലും ആ സംസാരിക്കുമ്പോൾ അവർക്ക് അതുകൊണ്ട് ഗുണം ഉണ്ടാവണം, അവർക്ക് ദോഷം ഉണ്ടാവരുത്. അവരെ ഭഗവാന്റെ അടുത്തേക്ക് ഒരു പടി കൂടി അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ കഴിയും അവരുടെ വാക്കുകളിൽ കൂടെ. ഒരിക്കലും അവരെ പുറകോട്ടടിക്കില്ല അവരുടെ സംസാരം. അതിപ്പോ ചീത്ത വേണമെന്നായാലും എന്ത് വേണമെന്നായാലും അങ്ങനെയാണ്. കൈ പിടിച്ചാൽ മുന്നോട്ടേ കൊണ്ടുപോകും സജ്ജനന്മാരുടെ സംസാരം എന്ന് പറയുന്നത്. എപ്പോഴും ഗുണം ചെയ്യുള്ളൂ, ദോഷം ചെയ്യില്ല സംസാരം. ആ സജ്ജനങ്ങളെയൊക്കെ കൂട്ടുകൂടപ്പെട്ട ഗുണമാണ്. അവർക്ക് എപ്പോഴും വളർച്ചയാണ് ഉണ്ടാകുക. വളർന്നുകൊണ്ടേയിരിക്കും. ഒരിക്കലും നമ്മളെ പുറകോട്ട് ഒരിക്കില്ല സജ്ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പറയാം അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ കൂട്ടുകൂടാവുന്നതാണ്. നമ്മളോട് ദുഷിക്കുന്നതായിട്ട് ആളുകളുടെ കൂടെ കൂട്ടുകൂടരുത്, നമുക്ക് നാശം ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ളവരോട് കൂട്ടുകൂടാൻ പാടില്ല. ഭഗവാന്റെ അടുത്തേക്ക് നമ്മളെ ഒരു പടി ഭഗവാന്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ഇവിടെ ഇരിക്കുന്നത് നമ്മുടെയൊക്കെ ഉള്ളിലുള്ള സദ്ഭാവനയാണ്. ആ ഭാവനയാണ് നമ്മുടെ ഉള്ളിലേക്ക് ഇരിക്കുന്ന ഭഗവാൻ. ആ സദ്ഭാവനയിലേക്ക് ഒരു പിടി നമ്മളെ അടുത്തേക്ക് ഒരടി കൂടി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് സജ്ജനം. അങ്ങനെയുള്ളവരുടെ കൂടെ കൂടാവും. അങ്ങനെയുള്ളവരാണ് ഉള്ളവരുണ്ട്. എന്തൊക്കെ വലിയ അനുഭവമൊന്നുമില്ല. ഒരു തവണ ഞാൻ ഭാഗ്യമുള്ള കേശവന്റെ പോയപ്പോ സമയങ്ങളെ കണ്ടുണ്ട്. സ്നേഹം സായി ഭാവത്ത് അങ്ങനെയാണ്. ചീത്തോറെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര രൗദ്രഭാവം കണ്ടിട്ടില്ല. ഞങ്ങൾ കാണുമ്പോഴേക്കൊക്കെ ആള് ഭയങ്കര എന്താ നല്ല പ്രായമുണ്ട് കാണുന്നത്. ഒരു സ്നേഹമാണ്. എപ്പോഴും ഞാൻ എന്താ നല്ല പ്രായമില്ല. അപ്പൊ ഈ നമ്മള് കൂട്ടുകാരെ കാണുന്നവരാണ് ഒപ്പത്തിനൊപ്പമായിട്ടാണ് നമ്മളോട് പെരുമാറുക. സജ്ജനങ്ങളൊന്നും ഇങ്ങനെയാണ്. ചേർത്ത് വെക്കാൻ സജ്ജനങ്ങൾക്ക് സാധിക്കും. ഞാനാണോ മേലെ, നീയാണോ മേലെ എന്ന് വിചാരിക്കുന്ന ആളുകൾക്കാണ് നമ്മളൊന്നും എടുക്കാനാണ്. അവനെ ഒരടി ഒന്ന് താത്തിരുത്തിയാൽ മതി, ഒരടി താഴെ ഇരുന്നാൽ മതി. അവൻ ഒരടി നമ്മളെ താഴെ ഇരുന്നാൽ മതി. അവനൊന്ന് ഇരുത്തിയിട്ട് അവസാനം നമ്മളെ കൈകാര്യം ചെയ്ത് സജ്ജനാകണം. നമ്മളങ്ങനെ ഒപ്പത്തിനൊപ്പം കിട്ടും. അവർക്ക് ഭയമൊന്നുമില്ല. എന്നെക്കാൾ എടുക്കാനായാലോ എന്നെക്കാൾ മുകളിൽ പോയാലോ അങ്ങനെയുള്ള ശല്യമായിട്ട് സ്വഭാവമൊന്നും അവർക്കില്ല. അത്ര നിസ്സാരന്മാരല്ല അവർ സജ്ജനങ്ങൾ എന്ന് പറഞ്ഞാൽ. ഒപ്പത്തിനൊപ്പം ഇരുത്തും നമ്മളെ. നമ്മൾക്ക് യോഗ്യത ഇല്ലെങ്കിൽ നമ്മളെ ഒപ്പം ഇരുത്തും. അങ്ങനെ കുറച്ചേരം ഇരുന്ന് കഴിയുമ്പോൾ അവരൊപ്പം എത്തുന്നു. വളർന്നു നമ്മൾ തന്നെ അങ്ങനെ സജ്ജനങ്ങളായിട്ട് നമ്മള് ചെറിയ ചെറിയ മത്സരവും ചെറിയ ആ പിടിവലി കാണുമ്പോൾ അവർക്ക് നമ്മളോട് കാര്യം പോകുന്ന സജ്ജനങ്ങൾ
അങ്ങനെയുള്ള കാണുന്നത് സജ്ജനങ്ങൾക്കൊക്കെ കാരുണ്യമാണുള്ളത്, അവർക്കൊക്കെ സ്നേഹമാണുള്ളത്. അങ്ങനെ നമ്മളെ ഒപ്പം നിർത്തുന്നവരാണ് സജ്ജനങ്ങളായിട്ടുള്ള ആൾക്കാർ. കാരണം എന്താ വെച്ചാൽ അവര് ഈ ചെറിയ ചെറിയ കാര്യങ്ങളിലൊന്നും വിഹരിക്കുന്നവരല്ല, അവരുടെ മനസ്സിൽ നിസ്സാര കാര്യങ്ങളിൽ വിഹരിക്കുന്നവരല്ല. ഭഗവാനെ കുറിച്ച് ആ ഭഗവത് ചിന്തകളില് അതിൽ മതിമറന്നിരിക്കുന്ന, അതിൽ മുഴുകിയിരിക്കുന്നതായിട്ട് അവർക്ക് ഈ നിസ്സാര കാര്യങ്ങളും അത്ര ശ്രദ്ധാന്റെ പോലില്ല. അവരുടെ കാര്യങ്ങളോട് എത്രയോ വളർന്ന മനസ്സുള്ളവരാണ്. കണ്ടുമുട്ടി എന്നുള്ള ആ ഭക്തിമാരൊക്കെ അവിടെ വന്നു ഭഗവാന്റെ കൂടെ. ഭഗവാൻ പാഞ്ചാലി ഭഗവത് ഭക്തിമാരോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെ സാധിച്ചു നിങ്ങൾക്ക് ഈ കൃഷ്ണനെ സ്വന്തമാക്കാൻ? എങ്ങനെയാണ് നിങ്ങൾ കൃഷ്ണനെ സ്വന്തമാക്കിയത് എന്ന് ചോദിക്കും. എന്ത് തപസ്സാണ് നിങ്ങൾ ചെയ്തത് എന്നിങ്ങനെ ചോദിക്കുമ്പോ അവരൊക്കെ വലിയ കൂടി അവരൊക്കെ പറയുന്നമാരൊക്കെ കൂടി എന്നെ കൂട്ടിക്കൊണ്ടുപോയതാണ്. അന്വേഷിച്ചു എന്നെ എന്നെ കൊണ്ടുപോകാൻ വേണ്ടി വീര്യം പഠിച്ചു എന്നെ കൊണ്ടുപോക്കിയത്. യോഹം കൃഷ്ണനെ ഉപാസിച്ചാൽ ഒക്കെ കൃഷ്ണന്റെ അവിടെ എന്താ ഭഗവാനെ സേവ ചെയ്യാനുള്ള ഭാഗ്യം പോലും ഇല്ലാത്തവരാണ്. ഞങ്ങളുടെ ഓർമ്മ അപാരമായിട്ടുള്ള സ്നേഹം കൊണ്ട്, എത്രയാ സ്നേഹം എന്ന് ചോദിച്ചാൽ അറിയില്ല. നമ്മുടെ സ്നേഹം കൊണ്ട് ഞങ്ങളൊക്കെ ഒപ്പം നിർത്തിയേക്കുക കൃഷ്ണൻ. അത്രയ്ക്ക് സ്നേഹമാണ് ഭഗവാനെ. അവിടെ ആ ജരാസന്ധന്റെ കാരാഗ്രഹത്തിൽ കിടന്നിരുന്ന അബലകളായിട്ടുള്ള സ്ത്രീകളെ മുഴുവനും ഭഗവാൻ തന്റെ പത്നിമാരെ സ്ഥാനം കൊടുത്ത് അവരൊക്കെ ഉയർത്തുകയാണ്. അവരൊക്കെ പറയാ ഇത്രയും കാരുണ്യം വേറെ ഒന്നാണുക ആ ഭഗവാൻ കാണിച്ച കാരുണ്യം എന്നിങ്ങനെ അവരുടെ ഓരോരുത്തരും വിവാഹങ്ങളാണ് പറയുന്നത്. അവര് ഭഗവാൻ അവരെ രക്ഷിച്ചതായിട്ടുള്ള ഭഗവാന്റെ അടുത്തേക്ക് അവർക്ക് എത്താൻ പറ്റിയതായിട്ടുള്ള സന്തോഷം അവരെല്ലാവരും ആ പാഞ്ചാലിയോട് പറയുന്നതായിട്ടുള്ള ആ രംഗം അവിടെ കാണുന്നു. അങ്ങനെ പാഞ്ചാലിയോട് സംസാരമുണ്ട്. അതിനിടയ്ക്ക് ഭഗവാൻ ഇങ്ങനെ അവിടെ ഗോപന്മാരോടും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മഹർഷിമാര് വരുമ്പോൾ അവരെയൊക്കെ ചെന്ന് ഭഗവാൻ അങ്ങോട്ട് വീണ് നമസ്കരിക്കുന്നൊക്കെ ഉണ്ട്. അവരുമായിട്ട് ഭഗവാൻ സംസാരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഗോപികമാര് ഭഗവാന്റെ കൂട്ടുകാരികളാണല്ലോ. അന്ന് ആ വൃന്ദാവനത്തിൽ നിന്ന് പോന്നതിന് ശേഷം തിരിച്ചു വന്നിട്ട് കാണാൻ പറ്റില്ല. അങ്ങനെ അവരിങ്ങനെ അകലെ നിന്നുകൊണ്ട് ഇങ്ങനെ ഭഗവാനെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവർക്കിപ്പോ ഭഗവാനെ അടുത്ത് വന്ന് സംസാരിക്കണമെന്നില്ല. അടുത്ത് വന്ന് സംസാരിക്കുമ്പോഴല്ല രസം, അകലെ നിന്നിങ്ങനെ ആ കൃഷ്ണനെ ഇങ്ങനെ കാണുമ്പോഴാണ് രസം. എന്തൊരു രസം! ആ കൃഷ്ണനെ കണ്ടല്ലോ മതിയാവില്ല. അങ്ങനെ ഓരോരുത്തരുടെ അടുത്തും ആ കൃഷ്ണൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഓരോരുത്തരുടെ അടുത്തും ചെന്ന് സംസാരിക്കുന്നത് കണ്ടു നിൽക്കാൻ നല്ല രസം. അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഗോപികമാരടുത്ത് കൃഷ്ണൻ അങ്ങോട്ട് ചെന്നവരടുത്തേക്ക്, അവരുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്ന് അവരുടെ അടുത്ത് സംസാരിക്കുന്നത് കാണാം. അന്ന് അവർക്ക് വിട്ടുപോകുന്നതിന് ശേഷം നിങ്ങൾക്കൊന്നും കാണാൻ, നമുക്കൊന്നും കാണാൻ സാധിച്ചില്ലോ. ഭഗവാന്റെ അച്ഛനായിട്ടുള്ള വസുദേവര് അവിടെ ആ 4 മഹർഷിയോടായുണ്ട്. മഹർഷിമാരോടായതുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അന്ന് നിങ്ങളെല്ലാവരും എല്ലാ ദുഃഖങ്ങളെ അതിക്രമിച്ച് മോക്ഷത്തിലേക്ക് എത്തിയ ആൾക്കാരല്ലേ, എനിക്കും എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്, എങ്ങനെയാണ് എനിക്കൊന്നും അവിടെ എന്ത് ചെയ്താലും എല്ലാവർക്കും ഒരു പ്രശ്നമാണ്.
വേണ്ടവരെ എന്നിങ്ങനെ ഭഗവാന്റെ അച്ഛനായ വസുദേവനെ അങ്ങനത്തെ ഈ സാധാരണ വേറെ ആൾക്കാർ സംഭവം സമാധാനം ഉണ്ടാവുക. ഗംഗം അങ്ങയുടെ തൊട്ടടുത്ത കൃഷ്ണനുള്ളപ്പോ ഗംഗാതീരത്തിരിക്കുന്ന ആൾക്കാര് കുറച്ച് തീർത്ഥത്തിൽ പോയി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഭഗവാന്റെ എന്ത് ചെയ്യാനാ എന്നിട്ട് എനിക്ക് സന്തോഷം അർത്ഥമില്ല. എന്നിട്ട് നാലുകൊണ്ട് സാമാന്യ ആളുകൾക്ക് സന്തോഷം ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനവന്റെ കർമ്മങ്ങൾ അവനവൻ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്തു തീർത്താലാണ് ആ ജീവൻ അത് ചെയ്യേണ്ടത് ചെയ്തു തീർത്താൻ കഴിഞ്ഞാലാണ് ആ ജീവന് ശുദ്ധി ഉണ്ടാവുക. ഓരോരുത്തരും ജനിക്കുമ്പോൾ അവർക്ക് 3 തരത്തിലുള്ള കർമ്മബന്ധനങ്ങളുണ്ട്. ഒന്ന് ദേവന്മാരോടുള്ള ഒരു കർമ്മബന്ധമുണ്ട്, ഋഷിമാരോട്, പിതൃക്കളോട്. ഇത് 3ഉം ജനിച്ചു വരുന്ന സകല ആളുകൾക്കും ഉള്ളതാണ്. അത് 3ഉം ചെയ്തു തീർത്തു കഴിഞ്ഞാൽ പിന്നെ അയാൾക്കൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. അപ്പോഴാണ് ആ ജീവന് ബുദ്ധി ഉണ്ടാവുക. അടുത്ത സന്തോഷമായിട്ട് ആ ജീവൻ ഉപേക്ഷിച്ച് പോകാൻ സാധിക്കും. ആ ശരീരം ഉപേക്ഷിച്ച് ആ ജീവന് പോകാൻ സാധിക്കും. അപ്പോൾ ആ ജീവന്റെ ശുദ്ധിക്ക് ഈ 3 തരത്തിലുള്ള കർമ്മങ്ങളാണ് വേണ്ടത്. ക്ഷമയ്ക്ക് ഇതൊന്നും ബാധകമല്ല. കാരണം ഭഗവാനെ സ്വന്തമായിട്ടുണ്ട്, ഭഗവാനെ ഒപ്പമുണ്ട്. എങ്കിലും സാമാന്യ ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടി, സാമാന്യ ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ദേവന്മാരോടുള്ള കടം, ഋഷികളോടുള്ള കടം, പിതൃക്കളോടുള്ള കടം. ദേവന്മാരോടുള്ള കടം എങ്ങനെയാ തീർക്കാൻ പറ്റുക? കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിച്ചു വീഴുന്ന ഓരോ ജീവനും ഉള്ളതാണ് ആ കടം. ആ കടം തീർത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ കടമൊന്നും കിട്ടുന്ന. ബാക്കി ഇവിടെയുള്ള കടമൊക്കെ നമ്മൾ ഇവിടെ ഉണർത്തുന്ന കാര്യമുണ്ട്. കഥ കഴിഞ്ഞാൽ പിന്നെ ഈ കടത്തിനെ കുറിച്ച് ആയിരിക്കും നമ്മൾ കണക്കെടുക്കുന്നത്. പക്ഷെ ഇവിടുന്ന് കട കഴിഞ്ഞാലും ഈ കടം വീട്ടിയിട്ടില്ലാച്ചാൽ ഈ കടം വീട്ടിയത് മതിയാവും. അപ്പൊ എന്താണെന്ന് കടം? ദേവകടം, ഋഷികടം, പിതൃക്കളോടുള്ള കടം നമ്മൾ തീർക്കണം. ദേവന്മാരോടുള്ള കടം തീർക്കണമെന്ന് എന്ത് വേണം? ദേവന്മാരോടുള്ള കടം തീർക്കണമെങ്കിൽ ദേവന്മാരെ പ്രീതിപ്പെടുത്തണം. ദേവന്മാരെ പ്രീതിപ്പെടുത്തണമെങ്കിൽ എന്ത് വേണം? ദേവനെ പൂജിക്കണം. ഭഗവാനെ വേണ്ട പോലെ പൂജിക്കണം. ഭഗവാനെ ദേവന്മാരെയൊക്കെ സന്തോഷിപ്പിക്കണം. ഭഗവാനെ സന്തോഷിപ്പിക്കാന്ന് വെച്ചാൽ എങ്ങനെയാ? അമ്പലത്തിൽ പോയി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടോ മറ്റ് പൂജകളൊക്കെ ചെയ്തുകൊണ്ടോ അമ്പലത്തിൽ പോയിട്ട് എൻ്റെ വക ആയിക്കോട്ടെ, ഇത്ര ലക്ഷം രൂപ അല്ലെങ്കിൽ ഇത്ര വഴിപാടായിക്കോട്ടെ, അതുകൊണ്ടൊക്കെ ഭഗവാൻ സന്തോഷിക്കുമോ? അതുകൊണ്ടൊക്കെ ഭഗവാൻ സന്തോഷിക്കണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അത് ചെയ്യേണ്ടതാണ്. പക്ഷെ അത് ചെയ്തുകൊണ്ട് മാത്രം ഭഗവാൻ സന്തോഷിക്കില്ല. പിന്നെയോ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഭാവം എന്താ? അവിടുത്തെ അനുഗ്രഹം കൊണ്ട് എനിക്ക് കിട്ടിയതാണ്, ഭഗവാൻ തന്നെ കുറച്ച് ഞാൻ തിരിച്ചു സമർപ്പിക്കണു എന്ന ഭാവനയാണ് വേണ്ടത്. ആ ഭാവനയോടുകൂടി സമർപ്പിക്കുമ്പോൾ നമുക്ക് എന്റെ സന്തോഷം ഉണ്ടാവും. എന്നാ ഭഗവാൻ എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഇരിക്കുന്ന ആളല്ല, എല്ലായിടത്തും ഭഗവത് ഭാവന തന്നെയാണുള്ളത്. ഭഗവാൻ എന്ന് പറയുന്നില്ലേ, അണു, ബൃഹൽ, കൃഷ, സ്ഥൂല ഒക്കെ ഞാൻ തന്നെയാണ്. ഏറ്റവും അമ്മാനണിയാൻ ആറോ മഹിയാൻ സകലും ഞാൻ തന്നെയാണുള്ളത്. അല്ലാണ്ട് വേറൊന്നും ചെയ്യില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? എല്ലാവരെയും ഒരുപോലെ കണ്ട് പൂജിക്കാൻ സാധിക്കണം. ഏതെങ്കിലും ഒരു വിഗ്രഹത്തിലോ നമ്മൾ തന്നെയാണ് നിശ്ചയിച്ചിട്ടുണ്ട് ഇത് ഭഗവാനാണ്. ഒരു ഭഗവാന്റെ രൂപം നമുക്ക് ഇഷ്ടമാണ്, വേറെ ഭഗവാന്റെ രൂപം ഭഗവാന്റെ പേരിൽ ആൾക്കാരുടെ രൂപമാണല്ലോ. ഈ ഭഗവാനാണ് മറ്റേ ഭഗവാൻ ഭഗവാനാണ്. ഭഗവാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് തന്നെ കൃത്യമായിട്ടുണ്ട് ആളുകൾ മനസ്സിലാക്കില്ല. അവിടെ ഭഗവാന്റെ പേരിൽ നല്ല രൂപം. ഭഗവാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നമ്മളെല്ലാവരും തന്നെ ഭഗവാൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇതില് നമ്മളെ നമ്മളാക്കിയിരുന്നത് എന്തോ സകല ജീവജാലങ്ങളോടുള്ള അല്ലേ ഓരോ കാര്യങ്ങൾ പഠിക്കാൻ പോയിന്റ്
ഒരാള് ബ്രാഹ്മണനാണ്, രാജാവിന്റെ സ്വീകരിച്ചു, ഭഗവാനെ സ്വീകരിച്ചു. ഭഗവാൻ മറ്റുള്ള കൂടെ വന്ന മഹർഷിമാരോട് സ്നേഹമൊന്നുമില്ല, അവരോടൊക്കെ നല്ല ബഹുമാനം നേടി അവരെ വലിയ കാര്യം. പക്ഷെ ഭഗവാനോട് പ്രത്യേകമായിട്ടുള്ള കൂടുതലായിട്ടുള്ള സ്നേഹം നിങ്ങൾ എന്നോട് സ്നേഹം അപ്പോഴാണ് ഞാൻ സന്തോഷിക്കുന്നത് എന്ന് ഭഗവാൻ തന്നെ പറയുന്നു. വായിച്ചത് കഴിഞ്ഞതാണ് ഭഗവാൻ തന്നെ അതാണ് പറയുന്നത്. ആ തുല്യഭാവന ഉണ്ടാകുമ്പോഴാണ് എനിക്ക് സന്തോഷമാവുക. അതുകൊണ്ട് നിങ്ങള് എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് പൂജിക്കണം. അപ്പോ ദേവനോട് ഈശ്വരനോടുള്ള കടം നമുക്ക് അവിടെ തീരും. അതോടുകൂടി ഭഗവാൻ സന്തോഷിക്കുകയാണ്. എല്ലാവരെയും ഭഗവത് ചൈതന്യമായി കണ്ട് പൂജിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഭഗവാൻ നമ്മളിൽ സന്തോഷിക്കുകയാണ്. പിന്നെയോ ഋഷികളോട് ഒരു കടമുണ്ട്. ഋഷികളോടുള്ള ഒരു കടം എന്താ? ഋഷികള് അവരുടെ വലിയ തപസ്സിന്റെ ഫലമായിട്ട് ഒരുപാട് തപസ് ചെയ്തുകൊണ്ട് അവരുടെ ആ തപസ്സിൽ അവർ പലതും കണ്ടെത്തും, പല അറിവുകളും കണ്ടെത്തും, പല ജ്ഞാനവും അവർ നേടിയെടുക്കും. ഈ ജ്ഞാനങ്ങളുടെ കാലമൊക്കെയാണ് വേദം എന്ന് പറയുന്നത്. ഏതായാലും അവര് കണ്ടെത്തിയതായിട്ട് അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അവർക്ക് അതുകൊണ്ട് യാതൊരു ആവശ്യമില്ല. ഈ മഹർഷിമാരെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും കണ്ണടച്ച താടിയിരിക്കുന്ന ഒരു പണിയില്ലാതെ ഏഴ് സമയം കണ്ണടച്ചിരിക്കുക. ഉറക്കം തോന്നുന്നതാണോ അത് ധ്യാനിക്കുകയാണോ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് സപ്താഹത്തിനെ പേരില്ലേ അതുപോലെയാണ്. ഉറക്കം തോന്നുന്നതാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പില്ല. ചില ആൾക്കാർ ഇങ്ങനെയൊക്കെ ഇരിക്കും, നല്ല ഉറക്കം നല്ല ഉറക്കം. കൂടുതലുള്ള കണ്ണട ഇരിക്കേ തപസ് ചെയ്യുന്നവരാണ്. തപസ് എന്താണ്? തപിക്കുന്നവരാണ്. അവരിങ്ങനെ തപിപ്പിക്കുകയാണ്. തന്റെ മനസ്സിനെ, തന്റെ ആ ശ്രദ്ധയെ ഒരു വിഷയത്തിലേക്ക് അങ്ങനെ തപിപ്പിക്കുകയാണ്. എന്താ ഒരു വിഷയത്തിലേക്ക് അവര് അറിവിലേക്ക് അവരിങ്ങനെ അവരെ ഭൗതികമായതുപോലെ ഈ താടിക്കാരെ കണ്ടുപിടിച്ചതാണ്. ഈ താടിക്കാരനെ മാധവൻ എന്താ പറയുക, മാധവൻ പിന്നെ ഒരു സംഘം
രാവിലെ കിടക്കണം. അങ്ങനെ അദ്ദേഹം ഞങ്ങൾക്ക് എടുത്താണല്ലോ അപ്പൊ അവര് പിന്നീട് അദ്ദേഹം എഴുതി വെച്ചിരുന്നത് വലിയ വലിയ ശാസ്ത്ര മനസ്സിലായത് ഈ ഗ്രഹങ്ങളുടെയും പിന്നെ സഞ്ചാരത്തിനും ഇതിന്റെ ആദ്യകാലത്ത് ഏതോ ദേശീയ കണ്ടുപിടുത്തമായിരുന്നു. പിന്നീട് അത് ജനത്തിനെ കൂടി പേര് നടക്കേണ്ടി വന്നു. അല്ലാണ്ട് രക്ഷയില്ല, എല്ലാവർക്കും മനസ്സിലായി ഇങ്ങനെ കണ്ടുപിടിച്ചതാണ്. അതുകൊണ്ട് ആ സാഹിത്യം കണ്ടുപിടിച്ചാണ് ഗേറിന് കണ്ടുപിടുത്താണ്. എന്തായാലും സാഹിത്യം ഒഴിവാക്കാൻ പറ്റില്ല. നമുക്ക് സാഹിത്യത്തിന്റെ പേരും അദ്ദേഹത്തിന്റെ പേരും കൂടി കൂട്ടിച്ചേർത്ത് കണ്ടുപിടുത്തണം. മഹർഷിമാരെന്ന് ഒരു പണിയിലാണ് ഇങ്ങനെ തോർത്തുകൊണ്ട് റബ്ബറൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ പറയാല്ലേ, അവരൊക്കെ അവരുടെ ഉള്ളിൽ അവരെ അറിവിലേക്ക് അത് പറ്റുന്നവരുണ്ട്. ശാസ്ത്രത്തിൽ അങ്ങനെയാണെങ്കിൽ ആധ്യാത്മികമായിട്ട് അതിന്റെ അങ്ങനെ തന്നെയാണ്. വിദേശികളായിട്ട് ഏതെങ്കിലും അരിസ്റ്റോട്ടിൽ ഇവരൊക്കെ അവരുടെ തത്വചിന്തയെക്കാളൊക്കെ എത്രയോ ഉയർന്ന തത്വചിന്തയാണ് ഇവിടുത്തെ കുട്ടികൾ പോലും പറയും. ഞാനിത് പറഞ്ഞാൽ തന്നെ ഞങ്ങളിവിടെ വർഷം നമ്മളിത് പറഞ്ഞാൽ തന്നെ അതിൽ വലിയ തത്വചിന്തയുള്ളത് നമ്മുടെ പുതിയ കണ്ടുപിടുത്തൊന്നുമില്ലല്ലോ. അതൊക്കെ ഈ ഉപനിഷത്തിൽ നിന്നും ഈ ഭാഗവതത്തിലൊക്കെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ വെറും വാക്കായിട്ട് പറഞ്ഞാൽ മതി. അതും ഒരു ഈ വലിയ അരിസ്റ്റോട്ടിലും അവരൊക്കെ ഉണ്ടായ അവരുടെ തത്വചിന്തയേക്കാൾ ഉയർന്നതായിട്ടുണ്ടാവും. അതൊക്കെ എങ്ങനെ സാധിച്ചു? ഇതൊക്കെ എഴുതിയിട്ടുള്ളത് അതൊക്കെ ആ തത്വചിന്തകൾ ആ മേഖലയിലായാലും ഏത് മേഖലയിലായാലും അവരതിനെ വളരെയധികം ഗാഠമായിട്ട് ചിന്തിച്ച് അവരാ അറിവിനെ കണ്ടെത്തുകയാണ്. മഹർഷിമാര് അതാണ് ചെയ്യുന്നത്. അങ്ങനെ അവർ നേടിയെടുത്തതായിട്ടുള്ള അറിവ് അവർ ഈ അറിവൊക്കെ നേടിയെടുത്തത് അത് പേറ്റന്റ് എടുത്ത് ഓരോ പീസ് കിട്ടുന്നതിനും റോയൽറ്റി കൊണ്ട് വിൽക്കല്ലേ ചെയ്യുന്നത്. ഇന്നത്തെ നമ്മളതിനാണ് ഓരോ എന്തെങ്കിലും ചെറിയ സാധനം കണ്ടുപിടിച്ചാൽ റോയൽറ്റി എടുക്കും. എന്നിട്ട് അതൊക്കെ ഓരോ പീസിനും നമ്മൾ വില ഇട്ട് അല്ല അറിവിനെ ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയൊന്നും അത് മറ്റുള്ളവരോട് കൊടുക്കും. അവർക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കും ഈ അറിവ്. എന്നപ്പോ ആ അറിവ് അവരിൽ കൂടെ മറ്റുള്ളവരിലേക്ക് വ്യാപിക്കണം. അവർക്ക് അത്ര അറിവുള്ളൂ. അവരുടെ കണ്ടുപിടുത്തം മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ പകർന്ന് ഇനി വരുന്നതായിട്ടുള്ള ലോകം ഈ അറിവിൽ നിന്ന് അകന്നു പോകരുത്. ഈ അറിവ് അവർക്കൊക്കെ ഉണ്ടാവണേ എന്ന് വിചാരിച്ച് കാരുണ്യത്തോടുകൂടി മറ്റുള്ളവർക്ക് ഈ അറിവ് പകർന്നു കൊടുക്കുക. എല്ലാ തരത്തിലുള്ള അറിവും ഇങ്ങനെ തന്നെ അത്യാവശ്യം ഭൗതികമായിട്ട് പകർന്നു നിൽക്കുമ്പോൾ അത് സ്വീകരിക്കാനുള്ള ഇത് നമുക്കുണ്ടാവണം. അപ്പോഴാണ് മഹർഷി അറിയുക. അറിവിനെ ഋഷികളെ സന്തോഷിക്കും. അറിവിനെ നേടിയെടുക്കുക. അപ്പോ ഋഷികളെ കണ്ടുപിടുത്ത കൈ
ഒന്നിച്ച് അതിനാണ് വേണ്ടത്. ആരോ പറഞ്ഞിട്ടു, എനിക്കറിയില്ല, ആരോ പറഞ്ഞിട്ടു വിവാഹമൊക്കെ കഴിഞ്ഞ് ആദ്യം കഴിഞ്ഞ ഭാര്യ കാര്യമാണ് മുഴുവൻ ഭർത്താവ്. എന്നാൽ ഇപ്പൊന്നുമില്ല, മാറ്റമൊന്നുമില്ല. ഇപ്പോഴും ഇങ്ങനെ ഒരു എല്ലാ അപ്പൊ അന്ന് എന്താ അപ്പൊ അങ്ങനെ ഒരുമിച്ച് ലോകത്തിന് താൻ നേടിയതായ അറിവ് തനിക്കും ലോകത്തിന് ഉപകാരമാകുന്ന ആ അറിവ് ഉപയോഗിച്ച് ജീവിതത്തെ സുഖമായിട്ട് അല്ലെങ്കിൽ എന്താ സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. അങ്ങനെ കൊണ്ടുപോകാൻ ബൈ പ്രൊഡക്റ്റ് അതിൽ നിന്നുണ്ടാവുന്നതാണ് അതിന്റെ പറഞ്ഞു കൊടുത്ത അവരെ വെണ്ണ പോലെ പറഞ്ഞു കൊടുത്ത ചെയ്യുമ്പോ നമ്മള് അങ്ങനെ ചെയ്യുന്നത് ലോകത്തിന് ഉപകാരമാകുന്ന രീതിയിൽ നല്ല കൂടെ വളർത്തിയെടുക്കുന്നത് വിവാഹം കഴിഞ്ഞ ദമ്പതിമാരുടെ സാധാരണ ജീവിക്കേണ്ട എന്ന് അവർക്ക് പറയാൻ പറ്റും. പിന്നെ ചെയ്തു കഴിഞ്ഞാൽ അതെല്ലാം നാരദ മഹർഷി വസുദേവക്കായും കൊണ്ട് ഈ സജ്ജനാന്തരം കഴിയുന്നുണ്ടല്ലോ ആ പ്രഭാത വെച്ചിട്ട് അവിടെ വെച്ചിട്ട് ഉപദേശിക്കുകയാണ് നാരദ മഹർഷി. അങ്ങനെ നാരദ മഹർഷിയുടെ ഉപദേശമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നാരദ മഹർഷിയൊക്കെ കഴിയുന്നുണ്ട്. ഒന്നും ആലോചിച്ച് അങ്ങ് വിഷമിക്കൊന്നും വേണ്ട, അങ്ങക്ക് ഭഗവാൻ തന്നെ സ്വയം പുത്രനായിട്ട് വന്നിട്ടുള്ളപ്പോ ഇതൊന്നും ആലോചിച്ച് അങ്ങനെ വിഷമിക്കുന്നതായിട്ടൊന്നുമില്ല. അങ്ങ് ഇപ്പൊ എങ്ങനെയാണോ ഇരിക്കുന്നത് അത് പൂർണ്ണനാണ്. ഭഗവാൻ പുത്രനായിട്ട് വന്നതിന്റെ അങ്ങ് അങ്ങ് പൂർണ്ണ ജീവൻ ചെയ്യേണ്ടതില്ല, അങ്ങൊന്നും ആലോചിച്ചില്ല. ആ കൃഷ്ണൻ നാരദ മഹർഷിയെ ഉപദേശിക്കണം. ആ ഉപദേശം എന്നോട് കാണാം. ഈ
ആൾക്കാരുണ്ടായ ആ സംസർഗങ്ങളുണ്ടായതായുള്ള ആ സുഖം, ആ സന്തോഷത്തോടുകൂടി ആ കൃഷ്ണനെയും ആ സജ്ജനങ്ങളെയൊക്കെ വിചാരിച്ചുകൊണ്ട് അവരുടെ സന്തോഷത്തോടുകൂടി അവിടുന്ന് പിരിഞ്ഞുപോയി. എല്ലാവരും അവരവരുടെ ഗൃഹങ്ങളിലേക്ക് പോയി. അങ്ങനെ ആ സജ്ജന സംസർഗത്തിന്റെ കഥ അവിടെ പറഞ്ഞു. ഒരിക്കൽ ഭഗവാന്റെ അമ്മയായുള്ള ദേവകി ദേവി ആ കൃഷ്ണന്റെ രാമന്റെ അടുത്ത് വന്നിട്ട് രാമ രാമ അഖില രാമ കൃഷ്ണ കുടുംബമാണ്. അപ്പൊ രാമാമണിയാണ് ആദ്യം വിളിച്ചത്, കൃഷ്ണനല്ല ആദ്യം വിളിച്ചത്. എന്താ എന്താ പറയുക, ഏതായാലും കാര്യമെല്ലാവർക്കും കൃഷ്ണനാണ്. അങ്ങനെ ചില സമയത്ത് അങ്ങനെയല്ല, ബലരാമനാണ്. ചില സമയത്ത് ബലരാമനോടാണ് സ്നേഹം കൂടുതലോട് പോകും. ബലരാമൻ ഈ പറഞ്ഞ കൂടുതലോട്ടാണ് നല്ല സ്നേഹമാണ്. അതായത് ബലരാമനെ വിളിക്കണം. രാമകൃഷ്ണ ഒരു രണ്ടുപേരും വിളിച്ചു. ദേവകി ദേവി മക്കളാണോ രണ്ടുപേരും അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ മരിച്ചു പോയതായിട്ട് ഗുരുപുത്രനെ തന്നെ കൊണ്ടുവന്ന് കൊടുക്കുന്നൊക്കെ എന്താ കൊടുത്തു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കൊരു മോഹമുണ്ട് എനിക്കൊരു മോഹമുണ്ട്. പക്ഷെ അത് എനിക്ക് മരിച്ചു നിങ്ങൾക്ക് മുമ്പ് ജനിച്ചതായിട്ട് അഞ്ചാറ് പേരില്ലേ, അവരെ കാണാൻ എനിക്ക് കണ്ടു മതിയായില്ല. മാറോട് ചേർത്ത് അവർക്ക് പാല് കൂട്ടിയിട്ട് മതിയായില്ല. അവരൊന്ന് കാണണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് പറഞ്ഞപ്പോ അതിനിപ്പോ എന്താ വിഷമം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കാണിച്ചു തരാമെന്ന് പറഞ്ഞ ഭഗവാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞു. രണ്ട് കൃഷ്ണനും ബലരാമനും കൂടി അവിടുന്ന് നേരെ സുതലലോകത്തിലേക്ക് പോയി. അവിടെ വെച്ചാൽ ഈ മരിച്ചു പോയതായിട്ട് അവരുടെ ശാപം കാരണം കൊണ്ടാണ്, പൂർവ്വജന്മത്തിലെ ശാപം കാരണം കൊണ്ടാണ് ജനിച്ചു മരിക്കാനുള്ളത്. അവർക്ക് ബലിയുടെ അടുത്ത് സുതലത്തിൽ ബലിയുണ്ട്, മഹാബലി. ആ മഹാബലിയുടെ അടുത്തേക്കാണ് അവർ കിട്ടുന്നത്. അവരെല്ലാവരെയും അവിടെ നിന്നപ്പോ ബലി സ്വീകരിച്ചു, ഭഗവാനെ സ്വീകരിച്ചു. ബലിയുടെ അടുത്തുന്ന ഈ കുട്ടികളെ അവരെയും കുഞ്ഞ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പറയുന്നത് എന്ന് ചോദിക്കുമ്പോ ശ്രുതിഗീത എന്നുള്ള രംഗത്തിൽ കൂടെ ആ
പെട്ടെന്ന് സമയം കളയാൻ പെട്ടെന്ന് വേഗം കാര്യം നടക്കണം ഭഗവാനെ പ്രദക്ഷിണം. അപ്പൊ ആരെയാണ് തപസ് ചെയ്യുന്നത് ആലോചിക്കാൻ നടക്കുമ്പോഴാണ് അവരുടെ ആ മൃഗാമുമ്പിൽ നാരദം വന്നു. നാരദം വന്ന് തൊട്ടപ്പോ നാരദനെ ഈ നാരായണ നാമജപത്തിൽ കേട്ടുകഴിഞ്ഞപ്പോ നാരദന്റെ ചോദിച്ചു ഇതൊക്കെ പറഞ്ഞത് നാരായണ നാരായണ ആരാള് എന്റെ ദേവനായിട്ടുള്ള ഭഗവാനാണ്. അയ്യോ എവിടെ പോയാൽ കാണാൻ പറ്റും? അങ്ങനെ പെട്ടെന്നൊന്നും കാണാൻ പറ്റില്ല. കുറേ കാലത്തെ ദിവസം കുറെ കാലം ദിവസം പെട്ടെന്ന് കാണാൻ പറ്റില്ല. പെട്ടെന്ന് കാണാൻ പറ്റില്ല വേഗം പടിഞ്ഞാറ് ഞാൻ ചെയ്യാൻ ഇല്ലേ മൃഗാസുര കഥ അറിയില്ലേ? ആ മൃഗാസുരൻ തപസ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞാണല്ല ഒരു ദിവസം അവിടെ കത്തു. ഒരു ദിവസം കഴിഞ്ഞ് വരണ്ടേ എന്താ വരാത്ത നമുക്കൊക്കെ അങ്ങനെയല്ലേ വീട്ടിൽ അമ്മേ പിന്നൊരു ശബ്ദം ഇതിന്റെ ആദ്യമേ പിന്നെ കുറച്ച് ദിവസങ്ങളൊക്കെ പോയില്ല ദേഹത്തുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാക്കി ദേഹത്തുനിന്ന് ഇങ്ങനെ മുത്തെടുത്ത് നമശിവായ പോകുന്നു. അവസാനം ദേഹം കഴിവ് തന്നെ എന്താ ഹോമോണിലേക്ക് കിട്ടാൻ പോയി. ആരുടെ തലയില് ഞാൻ ഈ കൈ വെച്ചാൽ അദ്ദേഹം വിചാരിച്ചത് അതൊക്കെ നേരെയാണോ അല്ലേ? നേരെയൊന്നും വേണ്ട. പിന്നെയോ
തല പൊട്ടി തെളിക്കുന്നു. ഒരു ശബ്ദം കൂടി കേൾക്കണം. നല്ല പൊട്ടി തെളിക്കുക. എന്തിനാ ഒരു ക്ലാസ്സിൽ അങ്ങനെയൊക്കെ ഓരോ വരങ്ങൾ എനിക്ക് അതാണ് വരം കണ്ടത്. അത് വരാം. ആ വരം തരാൻ പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ വേണം. അതിന് മഹാദേവ പ്രധാനങ്ങൾ നിർബന്ധമായി കഴിയുമ്പോൾ മഹാദേവൻ ആയിക്കോട്ടെ എന്നാൽ നിങ്ങൾക്ക് ആ വരം ഞാൻ തരാം. ആരുടെയൊക്കെ തലയിൽ നീ കൈ വെച്ചാലും ആരുടെയൊക്കെ തല പൊട്ടി തെളിച്ചാൽ പൊട്ടി തെളിക്കും. എന്നിട്ട് ഭഗവാൻ ഉദ്ദേശിക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള വരമൊന്നും മേടിക്കുന്ന അവരാധിക ഇതൊന്നും നല്ലതല്ല. അതായത് നീ ചോദിച്ചുകൊണ്ട് വന്നുള്ളൂ. ഇത് നേരമാണോ ഉപയോഗിക്കണം? കുട്ടികളൊക്കെ അച്ഛനമ്മയൊക്കെ കുട്ടികൾക്ക് ബൈക്കൊക്കെ മേടിച്ചു കൊടുത്തിട്ട് പറയില്ലേ? അല്ലെ, ബൈക്ക് മേടിച്ചു കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് KTM മേടിച്ചു കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് പതുക്കെ പോകണോ കുട്ടപ്പാൻ പറയും. KTM-ല് പതുക്കെ പോകല്ലേ പോലെ 150 കിലോമീറ്ററിലേക്ക് കൂടുന്നത്. അതിനോട് പതുക്കെ പോകാം. ഇതിനുള്ള അതുപോലെയാണ് മഹാദേവന് വരം കൊടുക്കുന്നത്. അത് ഉപദ്രവിക്കുന്നത് ഉപദ്രവിക്കാനുള്ള സാധനമാണ് എടുത്ത വരണം. ഇതിനെ പറയാനുള്ളത് ഉപദ്രവിക്കാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇയാൾ നേരെ കയ്യെടുത്ത് മഹാദേവന്റെ തലയിലേക്ക് വെക്കാറ്. മഹാദേവൻ തലയിലേക്ക് മാറിയിരുന്നു. ഈ എന്തായി കയ്യ കാണിക്കുന്നത് ഉള്ളാസുര എന്റെ തലയിൽ കൈ വെച്ചാൽ എന്റെ തല പൊട്ടിത്തെറിക്കില്ലേ? നോക്കാം, വെറുതെ നോക്കാതെ നമുക്ക് പരീക്ഷിക്കണ്ടേ? എന്റെ തല പൊട്ടിത്തെറിക്കും. എന്റെ തല പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ എന്റെ കഥ കഴിഞ്ഞു കഴിഞ്ഞാൽ പാർവതിക്ക് പിന്നെ ആരാളുള്ളത്? അത് കേട്ടിട്ടില്ല. ഞാൻ നോക്കിക്കോളാം. പാർവതിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നാണോ പ്രകാശന്റെ ഭാവത്തിനൊന്നും പറഞ്ഞതല്ലാട്ടോ. അങ്ങനെയാണ് പ്രകാശന്റെ ഭാവം. നേരെ മഹാദേവന്റെ തലയിലേക്കാണ് കൈക്കൊണ്ടുവരുന്നത്. മഹാദേവൻ അത് പതുക്കെയാണ് മാറി പതുക്കെ അതിനാണ് ഓടി സാക്കാതെ പുറകെ പ്രകാശൻ കയ്യിൽ നിൽക്കുന്നത്. ഓടി 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 പല സ്ഥലത്ത് ഓടി അവസാനം പുറകെ പ്രകാശനുണ്ട്. അവസാനം ആ വൈകുണ്ഠത്തിന് മുമ്പിൽ കൂടെ ഇങ്ങനെ ഓടുമ്പോഴാണ് അവിടെ ഭഗവാൻ ഇങ്ങനെ അവിടെ വന്നിട്ടുണ്ട്. ഭഗവാൻ ഈ മഹാദേവന്റെ ഓട്ടത്തിലേക്ക് ഓടുന്ന ഓടും. ഇത് കണ്ടപ്പോ വൈകുണ്ഠമൊക്കെയുള്ള ഭഗവാൻ എന്നെ ഈ ദേവന്മാർക്കും ആസ്വദിച്ചു. തിരിച്ചു കയ്യടി തിരിച്ചുണ്ടാവണം. അതായത് ഭഗവാൻ തിരിച്ചോണ്ടിങ്ങനെ നിൽക്കുക. മഹാദേവൻ തിരിച്ചോളം നിൽക്കുക. ഇവരെ കാണുന്ന നല്ല രസമാണല്ലോ. ഞാൻ അച്ഛന്റെ പേര് കൂടിയാ ഓടിപ്പോണ എന്നെ അറിയാവുന്നതല്ല. എന്നെ അച്ഛനെ വേഗം എനിക്കറിയാവുന്ന മനസ്സിലായി. എങ്ങനെ ഈ ഓട്ടം പമ്പൊക്കെ ശിവനാണ് ഉദ്ദേശിച്ചത്. പേരോട് അപ്പൊ ചോദിക്കുന്നത് ആ വരം പരീക്ഷിക്കാൻ
ഭസ്മായി എന്നൊരു ശബ്ദമാണ് ഓടി ഭഗവാൻ ഭസ്മാക്കിയാൻ പറ്റില്ല. വരം മേടിച്ച് അനുഗ്രഹിക്കാൻ അവര് തന്നെ കൃഷ്ണൻ എങ്ങനെയാണെന്നും പറയും, സുഹൃത്തുക്കളാണെന്നും പറയാം. ഇങ്ങനെ ആൾക്കാരെ ഞാൻ ഈ വീട്ടിൽ ഇതുവരെയുള്ള ആൾക്കാരുടെ മുമ്പിലൊന്നും പെടില്ല. പതുക്കെ പോകും. അങ്ങനെ വീട്ടിൽ മക്കളുടെ തപ്പും ഒരു സ്നേഹമൊക്കെ കണ്ടപ്പോ അതുകൊണ്ട് ഞാൻ നാളെയാണ് അമ്മ എന്ന് വെച്ചത്. ഏതായാലും അങ്ങനെ ആ വൃഗാസുരന്റെ കഥ അവിടെ പറഞ്ഞു പറയാ. എത്ര ഭാഗ്യവാനായി വൃഗാസുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ പോലെ ഒരു ഭാഗ്യമുള്ള ആള് ലോകത്തുണ്ടാവില്ല. വൃഗാസുരൻ അയാൾക്കുണ്ടായ ഭാഗ്യം ആലോചിച്ചത് നമുക്ക് വൃഗാസുരൻ പറഞ്ഞാൽ അസുരനോ തന്നെയാണ്. നാരദ മഹർഷിയെ അയാള് കണ്ടുമുട്ടി അല്ലെ. നാരദ വന്നു കഴിഞ്ഞാൽ അയാള് രക്ഷപ്പെട്ടു. അവരെ മുഴുവൻ ആ കൈ പിടിച്ചു കേട്ടതാണ്. ഈ പറയുന്ന നാരദന്റെ തന്നെ കഥ നമ്മൾ കേട്ടതാണ്. കേട്ടതാണ്. ഇവരൊക്കെ മുമ്പില് നാരദ വന്നു കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടുപോയി. അവരെല്ലാവരെയും ഭഗവാന്റെ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്ന കാര്യത്തില് നല്ല ഗുണമുണ്ടായില്ല. കാരുണ്യകൂടിയായിട്ട് ഭഗവാനെ ആരെയും കണ്ടു. എന്നിട്ട് ഒരു ഗുണമുണ്ടായോ? അതൊന്നും ഗുണമില്ല. വൈകുണ്ഠ ലോകത്തിലേക്ക് ആളുകൾക്കൊന്നും ആ വഴിക്ക് പോകാൻ പറ്റില്ല. പക്ഷെ ഇയാൾ വൈകുണ്ഠത്തിന്റെ വാതിൽക്ക വരെത്തി വൈകുണ്ഠമൂർത്തിയായിട്ട് ഭഗവാനെ കണ്ടു കേട്ടോ. തല പൊട്ടി തെറിച്ചാണ് കഥ കഴിഞ്ഞു. പറയാണ് ഉള്ള ശുദ്ധിയില്ലാന്നുണ്ടെങ്കിൽ, ഉള്ളിൽ ഇതുപോലുള്ള ആ ശുദ്ധിയില്ലാന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തൊക്കെ മുമ്പിലുണ്ടായാലും കഴിയില്ല. മനസ്സിൽ ഉള്ളതുകൊണ്ട് മറ്റൊരു രീതിയാണ് അർജുനനെ പറഞ്ഞു. ഒരിക്കൽ കൃഷ്ണന്റെ സദസ്സിൽ ആ ബ്രാഹ്മണ കൃഷ്ണനെ അതുവരെ ഈ ഈ രാജാക്കന്മാരെ ഞാൻ രക്ഷിച്ചു തരാം എന്നായി അർജുനൻ. അർജുനന്റെ
പിടിച്ചു കെട്ടാൻ മൃദുലേറിയാ ഞാൻ കൊള്ളുന്നതിനാ. ഇനി എവിടെ പോയിട്ടായാലും നരകം ഒരു ചുട്ടയച്ചിട്ടായാലും മൃത്യുദേവനെ കൊന്നിട്ടായാലും ഞാൻ കഴിയുന്ന ആൾ തന്നെയാണ്. ആൾ തന്നെയാണ്. ഏതായാലും ഒറ്റയൊന്നും അത് സാധാരണ അതിന് പറ്റും. അത് അത്ര ആൾ തന്നെയാണ്. അത് ഉറപ്പുള്ളവരാണ് അതിനെ പറഞ്ഞത്. മൃത്യു വിളിച്ചിട്ടങ്ങനെ ആനേഷിച്ച് മൃത്യുവിനെ ഞാൻ കൊണ്ടുവന്നതാണ് അത് ഞാൻ പറഞ്ഞത്. കേട്ടോ ഒരു ചാൻസും കൂടി കൃഷ്ണൻ അടുത്തപ്പോ ഒരു വീഴ്ച വരില്ല. ബ്രഹ്മൻ പോയി 10ാമത് ഒരു പുതിയ ഗ്രഹങ്ങളെ അസ്ത്രങ്ങളെ കൂടാതെ അതിനുള്ളിൽ മുട്ടി പോയാൽ അതിന് നല്ല ഉറപ്പുണ്ട്. എന്നാലും അതിനോട് ആലോചനകളുണ്ട്. അവർക്കൊന്നും ആ കുട്ടി പ്രസവിച്ചു കുട്ടികളെ കാണികളും ബ്രാഹ്മണരില്ലാത്ത സംഭവിക്കും. ശരീരത്തോടുകൂടി ഒന്ന് ശരീരം ദുഃഖം വരാൻ കിട്ടിയിരുന്നു. ഇപ്പൊ ശരീരം പോലും കിട്ടിയില്ല. ശരീരമൊക്കെ അതിനെ ശരകൂടാതെ ഒന്നും അവിടെ പൊട്ടി തന്ന ശരീരം
സ്ഥലത്ത് അന്വേഷിച്ചു, ആ സ്വർഗലോകത്തിൽ പോയി, വായുലോകത്തിൽ ലോകത്തിൽ പോയി, നേരെ മൃത്യുലോകത്തിലേക്ക് ആ നരകത്തിലേക്ക് തന്നെ ചെന്നു. അവിടെ ചെന്ന് ആ യമദേവൻ ആഘോഷിച്ചു, ആ കുട്ടിയോടേക്ക് കൊണ്ടുവരണം. ഇനി ഈ നരകം തന്നെ ഞാൻ ഈ യമദേവൻ പറഞ്ഞു, ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല, ഇവിടെ വന്ന് ഈ നരകരോഗം മുഴുവൻ നീ ചുട്ടുപൊട്ടിച്ചിട്ടും ഒരു കാര്യമില്ല, ആ കുട്ടിയെ കിട്ടാൻ പോലില്ല, ഇവിടേക്ക് ഒന്നും കൊണ്ടുവന്നില്ല, ഞങ്ങളുടെ ഒന്നുമല്ല ആ കുട്ടിയെ കൊണ്ടുപോയത്, അതുകൊണ്ട് ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, ഞങ്ങളല്ല കുട്ടിയെ കൊണ്ടുപോയത്. അവസാനം അർജുനൻ അറിയാവുന്ന സകല വഴികളും അർജുനൻ അന്വേഷിച്ചു, അതുകൊണ്ടൊന്നും സാധിച്ചില്ല. അവസാനം താൻ വാക്ക് പാലിക്കണം, കിട്ടിയില്ലെങ്കിൽ ആ കുട്ടിയെ കിട്ടിയില്ലെങ്കിൽ തീരെ ചാടും, നല്ല ദേഹം ഉപേക്ഷിക്കും. അതാണ് അർജുനൻ പറഞ്ഞത്. വലിയൊരു കുണ്ടം, തീകുണ്ടം കൂട്ടി അതിലേക്ക് അർജുനൻ അങ്ങനെ ചാടാൻ വേണ്ടി പുറപ്പെട്ടപ്പോഴാണ് കൃഷ്ണൻ അവിടെ നിന്ന് പിടിച്ചാട് മാറ്റി എന്ത് സ്വയം വിഷമിക്കുന്നത്, എന്തിനാണ് വിഷമിക്കുന്നത്, എനിക്ക് സാധിച്ചില്ലല്ലോ, അങ്ങനെയല്ലേ നമുക്കൊക്കെ സ്വയം കേമനായതുകൊണ്ടാണ് കാര്യം ചെയ്യാൻ നോക്കുക. അങ്ങനെ നമുക്ക് എന്തെങ്കിലും ചെറിയൊരു പാകപ്പെടം വന്നാൽ തന്നെ നമുക്ക് ആകെ വിഷമം. ഭഗവാൻ പറയാണ് ഇങ്ങനെ വിഷമിക്കുന്ന കാര്യമൊന്നുമില്ല. ഭഗവാൻ പറയാണ് അങ്ങനെ എല്ലാം ഒന്നും എല്ലാവർക്കും പറ്റില്ല. ഞാൻ കാണിച്ചു തരാൻ നിനക്ക് ആ കുട്ടികളെ ഞാൻ കൊണ്ടുവന്നു തരാം, നീ വിഷമിക്കണമെന്നാ, വിഷമിക്കണ്ട, ദുഃഖിക്കണ്ട, ഞാൻ കൊണ്ടുവന്നു തരാം. ആ കുട്ടികളെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഭഗവാൻ ദിവ്യമോസ്വരധമാ തന്റെ ആ രഥത്തിൽ കയറി ആ അർജുനനോടുകൂടി ആ ലോകാലോക പർവ്വതം കിടന്ന് അങ്ങനെ യാത്ര ചെയ്തു. അങ്ങനെ ചെന്ന് പറയാണ് അർജുനന് തന്റെ പൗരുഷം കൊണ്ട്, അർജുനന്റെ പൗരുഷം കൊണ്ട് നേടിയെടുക്കാവുന്ന കാണാവുന്ന അർജുനന്റെ അറിവ് എത്തുന്നതായിട്ട് അർജുനന്റെ കഴിവുകൊണ്ട് എത്താവുന്ന കുറെ സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലത്തൊക്കെ അർജുനൻ കയറാം. പക്ഷെ അതിനപ്പുറത്തുണ്ട് നമ്മളുടെയൊക്കെ അറിവിനും നമ്മുടെ കഴിവിനും അതിൻ്റെയൊക്കെ അപ്പുറത്ത് കഴിവും അറിവും തന്നുകൊണ്ട് അതിന്റെ പുറകിൽ ശക്തി ആ സുദർശനമാകുന്ന ചക്രത്തിന്റെ സുദർശന പ്രകാശത്തിൽ ആ ഇരുട്ട് കിടന്ന് ആ പ്രകാശപൂർണമായിട്ടുള്ള ആ വൈകുണ്ഠത്തേക്ക് ഭഗവാന്റെ അർജുനനെ കൂട്ടിക്കൊണ്ടുവന്നപ്പോ അപ്പോഴാണ് അർജുനന് മനസ്സിലായത് ഇത് ഞാൻ കണ്ട ലോകമല്ല, എന്റെ അറിവിൽ പെട്ടതല്ല ഇതൊന്നും, ഇത് തന്റെ പൗരുഷം കൊണ്ട് സാധിക്കുന്നതല്ല എന്ന് അർജുനന് അപ്പോഴാണ് മനസ്സിലായത്. അവിടെ കളിച്ചുകൊണ്ട് നടക്കുന്ന കുട്ടികളെ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടുവന്ന് ആ കൃഷ്ണൻ അർജുനന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ആ ഓരോ കുട്ടികളും മരിച്ചു പോയ 10 കുട്ടികളെയും അർജുനൻ അതുകൊണ്ട് ആ കൃഷ്ണനെ ഇനി ഒരിക്കലും
ഉണ്ടെങ്കിൽ നമ്മളെ വരെത്തി പറഞ്ഞ്